ഡൊണാൾഡ് ട്രംപിൻ്റെ ചൈനീസ് സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉടനെ തന്നെ ഇറാനെതിരെയുള്ള യുദ്ധം ഉടനെ ആരംഭിക്കും, ഇറാനെതിരെ വലിയ തോതിലുള്ള ആക്രമണം നടത്തും, ഇറാൻ ഇല്ലാതാക്കും എന്നൊക്കെയുള്ള പതിവ് പ്രസ്താവനകളാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അതിന് കാരണം ചൈനയിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് ട്രംപിന് ഒന്നും തന്നെ നേടാൻ സാധിച്ചില്ല. ചൈന ട്രംപിൻ്റെ ഇറാനെതിരായിട്ടുള്ള പോളിസികളിൽ ഒരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല അതിന് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ തിരിച്ച് യു എസിലെത്തുമ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്ത ഇലക്ഷനുള്ള വലിയ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് മൊത്തത്തിലൊരു പരാജയമാണ് എന്ന് മാത്രമല്ല ട്രംപിൻ്റെ ജനപ്രീതി എന്ന് പറയുന്ന സംഭവമേ ഇല്ല, അത് മൈനസിൽ എവിടെയോ കിടക്കുകയാണ്. അപ്പോൾ അടുത്ത ഇലക്ഷന് നേരിടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിജയം ട്രംപിന് ആവശ്യമാണ്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഈ ചെന്ന് പശ്ചിമേഷ്യയിലെ ഈ യുദ്ധക്കൊരുക്കി ചെന്ന് പെട്ടു. ഇപ്പോൾ നോക്കുമ്പോൾ നെതന്യാഹുവിനും കാണുന്നില്ല. നെതന്യാഹു ഇടക്കും തലക്കൊക്കെ ഇപ്പം രംഗപ്രവേശം ചെയ്യുന്നുള്ളൂ. പുറത്ത് നെതന്യാഹുവിനെ ഇസ്രായേലിനെയും കാണുന്നില്ല. ആ ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഈ യുദ്ധം കൊണ്ട് ഒരുവിധം ഒരു ഐക്യമായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ട്രംപ് ഉദ്ദേശിച്ചത് ഇറാനെതിരെ കണ്ണുമടച്ചൊരു വലിയ അറ്റാക്ക് നടത്തുക, എന്നിട്ട് അതിൻ്റെ പേരിൽ ഇവിടെ ഇലക്ഷന് വോട്ട് ചോദിക്കുക എന്നുള്ളതാണ്. പക്ഷേ പെട്ടെന്ന് ട്രംപിന് മനസ്സിലായി ഇറാനെ ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോഴുണ്ടാവുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ നാശനഷ്ടങ്ങൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടാവും. ഹോർമ്യൂസ് കടലിടുക്കിൻ്റെ പ്രദേശങ്ങളിലും ഇന്ത്യൻ ഓഷ്യനിലുമൊക്കെയുള്ള അമേരിക്കയുടെ നാവികപ്പട പൂർണ്ണമായും തകരും. അതുപോലെ തന്നെ ഇന്ന് അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളും എതിരാവും. അപ്പോൾ ആ ഗൾഫ് രാജ്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം ഒരു സമാധാനമുണ്ട്, നിങ്ങളത് ഇല്ലാതാക്കരുത്. സൗദി അറേബ്യയും അതുപോലെ തന്നെ ഖത്തറും UAE ഒക്കെ പറഞ്ഞു ഇനി നിങ്ങളിപ്പോൾ സ്ഥിതി വഷളാക്കരുത്. അതുപോലെ തന്നെ ഈ യുദ്ധത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻ പറഞ്ഞു അത് യുദ്ധത്തിന് റെഡിയാണ്. യുദ്ധം വരികയാണെന്നുണ്ടെങ്കിൽ വളരെ നവീനമായ ആയുധങ്ങളായിരിക്കും ഇനി പ്രയോഗിക്കുന്നത്. അപ്പോൾ ആ യുദ്ധത്തിനും ഇപ്പോൾ ഒരു സ്കോപ്പും ഇല്ലാതിരിക്കുക. 4 നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയുടെ മുന്നിൽ വച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇങ്ങനെയുള്ള ഒരു യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഇറാനുണ്ടായിട്ടുള്ള നഷ്ടം മുഴുവൻ നികത്തുക. അപ്പോൾ അത് ആരെ നികത്തണം? നികത്താനുള്ള 2 രാജ്യങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതുപോലെ തന്നെ ഇസ്രായേലുമാണ്. ഇസ്രായേൽ എവിടെ നിന്ന് നികത്താൻ? ഇസ്രായേലിൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ഈ നഷ്ടം മുഴുവൻ ആര് നികത്തേണ്ടി വരും? US നികത്തേണ്ടി വരും. US ഈ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ഒരു പ്രപ്പോസൽ US കോൺഗ്രസിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതൊരിക്കലും പാസ്സാവില്ല. പിന്നെ അവസാനം ട്രംപ് ടവർ വിറ്റിട്ട് ഈ കാശ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പറഞ്ഞു അങ്ങനെ ഒരു നഷ്ടപരിഹാരവും തരാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത് ഇറാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ലെബനനിലും ഗാസയിലും ഒക്കെ നടത്തുന്ന അക്രമങ്ങൾ ഇല്ലാതാക്കണം, അത് നിർത്തണം. അത് ആദ്യം നിർത്തിയതിന് ശേഷമാണ് ചർച്ച. അതും ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലല്ല, ഈ ആക്രമണം മുഴുവൻ നടത്തുന്ന ഇസ്രായേലാണ്. ഇപ്പോൾ ഇസ്രായേൽ ട്രംപ് പറഞ്ഞാൽ കേൾക്കുമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയില്ല. അപ്പോൾ അതും നടക്കില്ല. പിന്നീടുള്ളത് പശ്ചിമേഷ്യയിലെ ഹോർമ്യൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാൻ്റെ അതോറിറ്റിക്ക് കീഴിൽ വരണം. അപ്പം നേരത്തെ ഈ യുദ്ധം തുടങ്ങുന്നത് വരെ ആർക്കും അതിലൂടെ സഞ്ചരിക്കാവുന്ന, ആരാണ് പോകുന്നത് ആരാണ് പോകാത്തതെന്ന് ഉള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല. ലോകത്തിലുള്ള ആർക്കും അതിലെ കപ്പൽ കൊണ്ടോ തോണിയിലോ അല്ലെങ്കിൽ നീന്തിയോ ഒക്കെ പോകാം, ആരും ചോദിച്ചിരുന്നില്ല. പക്ഷേ ഈ യുദ്ധം കൊണ്ടുവന്നിട്ട് ഇസ്രായേലും US തന്നെയാണ് ഇറാൻ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിനും ഹോർമ്യൂസിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും അത് നിർബന്ധിതരാക്കിയത്. അപ്പോൾ പിന്നെ ഇനി എന്ത് പറയാനാണ്? ആ നിയന്ത്രണങ്ങൾ ഇനിയിപ്പോൾ എടുത്തു കളയണമെന്ന് ഇറാൻ്റെ അതോറിറ്റി അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. നിയന്ത്രണം എടുത്തു കളയാൻ വേണ്ടി യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റുമോ? അതുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇറാൻ കൊടുത്തിട്ടുള്ള പ്രപ്പോസൽസ് ഒന്നും തന്നെ അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ട്രംപിന് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ യുദ്ധം നിർത്താൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കണ്ടേ? ആ കാരണവുമില്ലാതെ നടുക്കടലിൽ നിൽക്കുകയാണ് ട്രംപ്. ഇതിനിടയിലാണിപ്പോൾ റഷ്യൻ പ്രസിഡൻറ്റ് ചൈനയിൽ പോയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ട്രംപ് പോയ ഉടനെ തന്നെ ചൈനയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും കിട്ടിയില്ലെങ്കിലും അവിടെ എന്താണ് ഷീ ജിൻപിങ്ങും പുടിനും തമ്മിൽ സംസാരിച്ചത്? അവർ പ്രധാനമായിട്ട് സംസാരിച്ചിരിക്കുന്നത് ഈ കാര്യം തന്നെയായിരിക്കും. ഏതാണ്? ഈ ട്രംപ് വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ട്രംപിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് പുടിനും മനസ്സിലായി. ഈ റഷ്യ ചൈന സഹകരണം വളരെ ശക്തമായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇനി ഒരു ആക്രമണം മിഡിൽ ഈസ്റ്റിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 രാജ്യങ്ങളും എങ്ങനെ പ്രതികരിക്കുമെന്ന് അമേരിക്കയ്ക്ക് പറയാനാവില്ല. അത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലാണ് ഇന്ന്
ട്രംപ് നിൽക്കുന്നത്. ഇപ്പോൾ ട്രംപ് ചൈനീസ് സന്ദർശനത്തിന് പോകുന്നതിന് മുമ്പുള്ളതിനേക്കാളും കൂടിയ പ്രതിസന്ധിയാണ് ഇന്ന് സന്ദർശനം കഴിഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ ഉള്ളത്. ഇനി ഇതിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. ഇനി ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊരു വലിയ യുദ്ധം ട്രംപ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് അമേരിക്കൻ എക്കോണമിയെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും എക്കോണമിയെ ഇനി കൂടുതലായി ബാധിക്കും. ഇപ്പോൾ തന്നെ ഇന്ധന വിലയൊക്കെ വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവശ്യ സാധനങ്ങളുടെ ക്ഷാമം ഉണ്ടാവും. ലോകത്തിലെ 20% ഇന്ധനവും കടന്നു പോകുന്ന ഈ റൂട്ടിൽ ഇത്രയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിന് മുമ്പ് ചെറിയ ഒരു ധാരണയെങ്കിലും അന്താരാഷ്ട്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ട്രംപ് ഇതിന് മുതിരില്ലായിരുന്നു. കാരണം നെതന്യാഹുവിനൊന്നും നഷ്ടപ്പെടാനില്ല, ഇസ്രായേലിനൊന്നും നഷ്ടപ്പെടാനില്ല. അവർക്കുണ്ടെങ്കിൽ വല്ലതും കിട്ടാനേ ഉള്ളൂ. കാരണം ഈ മറ്റ് രാജ്യങ്ങളുടെ, ഗൾഫിൽ ഇപ്പോൾ AC രാജ്യങ്ങളുടെയും ഇറാൻ്റെയും എല്ലാം അപ്രമാദിത്വം ഇല്ലാതായി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് മുഴുവൻ കിട്ടുന്നത് ഇസ്രായേലിനാണ്. ഇത് മനസ്സിലാക്കാൻ ട്രംപ് വരെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അവരുടെ എല്ലാം കാലത്ത് ഇത്തരം പ്രപ്പോസലുകൾ ഇസ്രായേൽ വെച്ച സമയത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തള്ളിക്കളഞ്ഞാണ്. പക്ഷേ ട്രംപ് സ്വന്തം കച്ചവട താല്പര്യങ്ങൾക്ക്, ഇപ്പോൾ മനസ്സിലാക്കുന്നത് ട്രംപിൻ്റെ പല കമ്പനികൾക്കും, ട്രംപ് നേരിട്ട് മുതൽ മുടക്കിയിരിക്കുന്ന പല കമ്പനികൾക്കും ഈ യുദ്ധകാര്യ വിവരങ്ങളും അമേരിക്കൻ ഗവൺമെൻറ് പോളിസികളും നേരത്തെ തന്നെ അറിയിക്കുന്നതിൻ്റെ ഫലമായിട്ട് ട്രംപിൻ്റെ ഓഹരികൾക്ക് വലിയ തോതിൽ വില ഉയർന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചും അന്വേഷണം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചോളം ട്രംപ് ധരിച്ചിരിക്കുന്നത് ട്രംപിൻ്റെ ആയുഷ്കാലവും അത് കഴിഞ്ഞ് ട്രംപിൻ്റെ മക്കളുടെ ആയുഷ്കാലവും ഒക്കെ ഈ ഉണ്ടാക്കി വെക്കുന്ന ഈ സമ്പാദ്യം കൊണ്ട് കഴിയാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഇതെല്ലാം തന്നെ വലിയൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇല്ലാതായി പോകും എന്നുള്ള സത്യം ട്രംപ് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതിനാൽ തന്നെ ഇപ്പോൾ ഒരു ലോക സാഹചര്യം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അമേരിക്കൻ ജനതയുടെ തീരുമാനം എന്താണെന്നുള്ളതാണ് ഇതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. ട്രംപിനെ തന്നെ ഈ തരത്തിൽ കടിഞ്ഞാൺ ഇല്ലാതെ തുടരാൻ അനുവദിക്കുന്ന പക്ഷം ലോക സാഹചര്യങ്ങൾ വളരെ മോശമായൊരവസ്ഥയിലേക്ക് നീങ്ങും.